പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ അൽത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോനാഥ, കരുണയുടെ തിരുമണിക്കൂറിൽ നിന്റെ മുഖം ദർശിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുവാനും നിന്റെ കരുണ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതത്തിന് മുമ്പിലാണ് ഞങ്ങൾ. ഇന്ന് നടക്കുന്ന വലിയ അത്ഭുതം വിശുദ്ധ കുർബാന. ഈശോയെ, ഈ ചെറിയൊരപ്പത്തിൽ നീ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളോട് കരുണ കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നീയായിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുവാനായി നിന്നെ തന്നെ സ്വയം ചെറുതാക്കിയ വലിയ അത്ഭുതം. പൂർണ്ണമായി ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി കുത്തിത്തുറക്കപ്പെട്ട നിന്റെ വിലാവിൽ ഞങ്ങളോടുള്ള സ്നേഹം കാണുന്നു. അതിൽ നിന്ന് പ്രവഹിച്ച വലിയ കരുണ, ലോകം മുഴുവനും വേണ്ടിയുള്ള വലിയ കരുണ, അത് പൂർണ്ണമായി മനസ്സിലാക്കി നിന്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈ ഒരു തിരുമണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ഒരു തിരുമണിക്കൂർ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ ലോകത്തിന് വെളിപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കരുണയാണ്. സ്നേഹമായ ദൈവത്തിൻ്റെ മറ്റൊരു പേരാണ് ദൈവത്തിൻ്റെ കരുണ. ഞാൻ കരുണയാണെന്ന് പറയുമ്പോൾ ഈ മനുഷ്യവംശത്തോട് മുഴുവനും എത്രമാത്രം കരുണ കാണിക്കുന്നവനാണ്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ 429 പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറഞ്ഞത്, നീ എൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനായിട്ട് ലോകത്തെ ഒരുക്കണം. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ലഭിച്ച ഒരു വലിയ ദൗത്യമായിരുന്നു, ഈശോ കൂട്ടത്തിൽ വലിയ ദൗത്യം, രണ്ടാമത്തെ ആഗമനത്തിനായിട്ട് ഒരുക്കുക എന്നുള്ളത്. അതായത് എപ്രകാരം ഒരുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനായി ദൈവജനത്തെ പഠിപ്പിച്ചുകൊണ്ടാണ്. ദൈവജനം മുഴുവനും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണമെന്നുള്ളത് ഈശോയുടെ വലിയ ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിലൊക്കെ നമ്മളെയൊക്കെ എന്തെങ്കിലും വിഷം തീണ്ടിക്കഴിഞ്ഞ് ആ വിഷം മാറാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്യും. പാമ്പ് കടിച്ചാലോ തേള് കടിച്ചാലോ ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുക, നമ്മുടെ ശരീരത്തിലേക്ക് അത്രമാത്രം അതിൻ്റെ വിഷം കടന്നു വരികയാണ്. ആശുപത്രി ചെന്ന് കഴിയുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം, ഡോക്ടർമാർ നമുക്ക് ചെയ്യുന്നത് ഈ ഒരു വിഷം നിർവീര്യമാക്കാനായിട്ടുള്ള മരുന്ന് നമുക്ക് തരും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു വലിയ വിഷം, പാമ്പ് കടിച്ചാലും പാമ്പിൻ്റെ വിഷം, അല്ലെങ്കിൽ തേളോ അല്ലെങ്കിൽ മറ്റ് വിഷജന്തുക്കളോ എല്ലാം കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് അതിന് പ്രതിവിധിയായ പ്രതിമരുന്ന് നൽകും, ആൻറ്റിഡോട്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപത്താൽ വഞ്ചിക്കപ്പെട്ട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ പാപത്തിൻ്റെ വലിയ ബന്ധനത്തിലായപ്പോൾ അവനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനും നിത്യജീവനിലേക്ക് നയിക്കുവാനുമായി ദൈവം നൽകിയ ഒരു വലിയ ആൻറ്റിഡോട്ടാണ് ദൈവത്തിൻ്റെ കരുണ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് കാണാൻ പറ്റും. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ എല്ലാവിധ അറേഞ്ച്മെൻറ്റ്സും പറുദീസായിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ദൈവം
ആദത്തെയും ഹവ്വായെയും പറുദീസായിൽ ആക്കുന്നത്. പറുദീസായിലായ അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ദൈവം അവരുടെ കൂടെ നടക്കുന്ന വലിയ അനുഭവം, അത് അത്രമാത്രം ഒരു വലിയ സ്വാതന്ത്ര്യത്തോടെ കർത്താവിൻ്റെ കൂടെ നടന്നവരായിരുന്നു അവർ. പക്ഷെ അതേ സമയത്ത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മനുഷ്യൻ്റെ പതനമാണ്. അത്രമാത്രം ദൈവത്തോട് കൂടെ ചരിച്ചിരുന്ന സ്വാതന്ത്ര്യത്തോടെ, അത്രമാത്രം ഒരു വലിയ സൗഭാഗ്യത്തോടെ ചരിച്ചിരുന്ന അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ദൈവം കൽപ്പിച്ച കാര്യം, അതായത് ദൈവം പറഞ്ഞ് ഈ ഏദൻ തോട്ടത്തിന് നടുക്കുള്ള ഈ ഒരു മരത്തിലെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്. അവർക്കത് ഭക്ഷിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. പക്ഷേ കൗശലക്കാരനായ പിശാച് ഇവരെ വഞ്ചിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റി. എപ്രകാരമാണ് ദൈവത്തിൽ നിന്ന് അകറ്റിയത് എന്ന് നമുക്ക് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിലെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യമാണെന്ന് കണ്ട അവൾ അത് പറിച്ചു തിന്നു. അപ്പോൾ സാത്താൻ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കുത്തിവെച്ചൊരു വലിയൊരു വിഷമായിരുന്നു. അതായത് ദൈവം കള്ളത്തരം പറഞ്ഞിരിക്കുകയാണ്, അവൻ നന്മയില്ലാത്തവനാണ് എന്നുള്ള കാര്യം പിശാച് ഹവ്വായുടെ ജീവിതത്തിലേക്ക് കുത്തിവെച്ചു. ഒരു വലിയ വിഷം. അതിൻ്റെ പരിണതഫലമായി വഞ്ചിക്കപ്പെട്ട് പാപത്തിലേക്ക് വീണുപോയി. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാനായിട്ടിടയായി. അതുപോലെ തന്നെ അത് മറ്റുള്ളവരെ പാപം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചു. വീണ്ടും ദൈവം ചോദിച്ചു, നീ എവിടെയാണ്, എന്തെടുക്കുകയാണ്? അവരൊളിച്ചിരിക്കുക. അവർ പറയാണ്, ഞാനല്ല ചെയ്തത്, സർപ്പമാണ് പ്രേരിപ്പിച്ചത്. ഒരു ബ്ലെയിമിങ് ഗെയിം, അതെല്ലാം നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. പാപത്തിൻ്റെ പരിണിതമായ ഫലം, ഒത്തിരിയേറെ നരകയാതനകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഒരിക്കലും അവന് കരകയറാൻ പറ്റത്തില്ല എന്നുള്ളൊരു ബോധ്യം അവനുണ്ടായി കഴിഞ്ഞപ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവനെ വീണ്ടും രക്ഷിക്കുവാനായി ദൈവം മനുഷ്യവംശത്തിന് നൽകിയൊരു വലിയ ആൻറ്റിഡോട്ടായിരുന്നു ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്നും കർത്താവ് അത്രമാത്രം ഒരു വലിയ ആഴമായ സ്നേഹത്തോടെ നമുക്ക് വേണ്ടി കാത്തിരുന്നു കൊണ്ട് പറയുന്ന കാര്യമാണ്, മകനെ മകളെ, നീ എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. എന്തുമാത്രം ശക്തമായിട്ട്, എന്തുമാത്രം വലിയ ആഴമായ ബോധ്യത്തോടെ എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നുവോ അത്രമാത്രം അനുഗ്രഹങ്ങൾക്ക് നീ പാത്രമാണ്. ഈശോ പൗസ്തീനയ്ക്ക് വെളിപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്, എന്തുമാത്രം കഠിനമായ പാപത്തിൽ ജീവിക്കുന്നവനാണോ അവൻ എൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ, അവൾ എൻ്റെ കരുണയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അവളെ തള്ളിപ്പറയത്തില്ല, അല്ലെ അവനെ തള്ളിപ്പറയത്തില്ല. ആ ഒരു വലിയ ഉറപ്പാണ് ഈശോ കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് ദൈവം നൽകിയൊരു വലിയ ആൻറ്റിഡോട്ടാണ് ദൈവകരുണ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കരുണ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. ഒന്ന്, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. സങ്കീർത്തകൻ പറയുന്നത് പോലെ, കർത്താവേ, നിൻ്റെ കരുണ എനിക്ക് ലഭിക്കുവോളം ഞാൻ നിന്നെ തന്നെ നോക്കിയിരിക്കും. ഈ ഒരു കരുണ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ആഴമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. പൂർണ്ണമായ വിശ്വാസം, അതായത് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഈ ഒരു വലിയ കൃപ എനിക്ക് തന്നിരിക്കുന്നത് എന്നെ നിത്യജീവനിലേക്ക് അടുപ്പിക്കുവാനാണ്, നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. കാരണം നമ്മുടെയൊക്കെ ഒരു കഴിവ് കൊണ്ടോ നമ്മുടെ മേന്മ കൊണ്ടോ നമ്മുടെ ഒരു സ്വാധീനം കൊണ്ടോ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല സ്വർഗരാജ്യം. പക്ഷേ അവിടെ ദൈവം പറയുകയാണ്, നിൻ്റെ കഴിവല്ല, എൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം. റോമാക്കാർക്ക് ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കരുണയുടെ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്, കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണ ലഭ്യമാകുന്ന വഴികളാണത്. രണ്ടാമതായിട്ട്, ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുവാനായിട്ട് കരുണയുടെ ഒരു ജീവിതം നമ്മൾ നയിക്കണം. മറ്റുള്ളവരോട് കരുണ കാണിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. ശാരീരികമായിട്ടുള്ള കാരുണ്യ പ്രവർത്തികളുണ്ട്, ആത്മീയമായ കാരുണ്യ പ്രവർത്തികളൊക്കെ ഉണ്ട്.
വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നതും നഗ്നനായവനെ ഉടുപ്പിക്കുന്നതും ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുന്നതുമൊക്കെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന കാരുണ്യ പ്രവർത്തികളാണ്. വീണ്ടും ആത്മാവിൻ്റെ ആ ഒരു വലിയ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളുണ്ട്. ഉപദേശങ്ങൾ കൊടുക്കുന്നത്, സംശയങ്ങൾ തീർക്കുന്നത്, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നതൊക്കെ. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതം മുഴുവനും കരുണയുടെ ഒരു ജീവിതമാക്കി മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് എപ്പോഴും ലഭ്യമാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ കരുണ അനുഭവവേദ്യമാക്കാൻ പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ദൈവകരുണയുടെ ഛായാചിത്രത്തിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പൂർണ്ണമായി ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. നമ്മുടെ കഴിവിലോ നമ്മുടെ മേന്മയിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനങ്ങളിലോ സമ്പത്തിലോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. നമുക്ക് നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് സാധിക്കും. ദൈവം ഒരുക്കിയ ഈ ഒരു വലിയ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നും പിശാച് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് പരിശ്രമിക്കുന്നത് നമ്മളാരും ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയം വെക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളെ പാപത്തിൽ നിന്നൊക്കെ പാപം ചെയ്യിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ദൈവം നല്ലവനല്ല എന്നുള്ള കാര്യം. പക്ഷേ ദൈവം നൂറ്റാണ്ടുകളായി മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നല്ലവനാണ്, നിങ്ങൾ എൻ്റെ നന്മയിൽ ആശ്രയിക്കുക. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറയുന്നത്, പാപം ചെയ്തത് മൂലം മനുഷ്യന് നഷ്ടമായത് ദൈവത്തിൻ്റെ നന്മയിലുള്ള ആ ഒരു വിശ്വാസമാണ്. They have lost the trust in God. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ തെറ്റിലേക്ക് വീണ്ടും നമ്മൾ വീണു പോകാതെ കർത്താവിൻ്റെ കരുണയിൽ തീവ്രമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിന്റെ കരുണ ചൊരിയണമേ. എന്തുമാത്രം കഠിനമായ പാപത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ദൈവം തരുന്ന വലിയ ആൻറ്റിഡോട്ട് സ്വീകരിച്ച് കർത്താവെ നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. വിശുദ്ധ കുർബാനയിൽ കർത്താവിത നമുക്ക് വേണ്ടി കരുണയുടെ നീർച്ചാല് തുറന്നു വെച്ചുകൊണ്ട് നമ്മളെ ആ വലിയ സ്നേഹത്തിലേക്ക് കരുണയിലേക്ക് ക്ഷണിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം, ഇന്നും മനുഷ്യവംശം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം, നിർവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ സൗഭാഗ്യം, വലിയ സമ്മാനം നമുക്ക് നേടിത്തരുന്ന ആ വലിയ അത്ഭുതം. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ബോധ്യത്തോടെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുക്കുന്ന സമയം നമ്മൾ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പൂർണ്ണമായി കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കീർത്തകൻ പറയുന്നത് പോലെ, കർത്താവേ നിൻ്റെ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവോളം ഞങ്ങൾ നിന്നെ തന്നെ നോക്കിയിരിക്കും. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കഴിവുകളോ ഞങ്ങളുടെ മേന്മകളോ ഒന്നുമല്ല, നിൻ്റെ ദയയാണ് ഞങ്ങളെ നടത്തുന്നത്. ആ വലിയ ബോധ്യത്തോടെ പൂർണ്ണമായി ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കും. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പ്രത്യേക നിയോഗങ്ങളെയും നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കരുണക്കടലിൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കരുണയുടെ ഒരു അനുഭവം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് കർത്താവെ ഞങ്ങളിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക്
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും